ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പവിത്രം പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ, നമ്മുടെ വേദയും വിക്രമും വാസവൻ്റെ കയ്യിൽ നിന്ന് കാട്ടിലകപ്പെട്ട് അവിടെ നിന്ന് നേരെ അവർ നാട്ടിലെത്തി എന്നുള്ളൊരു സന്തോഷ വാർത്ത നമ്മളെല്ലാവരും കണ്ടു അല്ലേ. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിലെ രംഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളും കൂടെ കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ വേദയുടെ അച്ഛൻ ശങ്കരൻ നമ്മുടെ MLA വാസവനെ പോയി കാണുകയാണ്. അതായത് എൻ്റെ മോളും മരുമകനെയും കാണാനില്ലെന്നും അതിൽ നിൻ്റെ കൈക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ശങ്കരൻ നമ്മുടെ വാസവൻ്റെ അടുത്ത് പോവുകയും, അയ്യോ ജഡ്ജിയമ്മാൻ എന്ത് പറ്റി, എനിക്കിതിൽ പങ്കൊന്നുമില്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്നും, ഞാൻ ഡൽഹിയിൽ കുറച്ച് ദിവസമായിട്ട് ഡൽഹിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജിയമ്മാൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവർ വല്ല കാട്ടിലോ മറ്റു ടൂറൊക്കെ പോയതായിരിക്കും. അവർ കാട്ടിൽ അവരെ ഇഷ്ടത്തോടു കൂടി ടൂറ് പോയതാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നും, അതല്ല അത് നീയാണ് അവരെ ഓടിച്ച് കയറ്റിയതാണെങ്കിൽ നീ നല്ല രീതിയിൽ നീതിപീഠത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് നീ മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആ ജഡ്ജി അദ്ദേഹം അവിടെ നിന്ന് വാസവൻ്റെ അടുത്ത് നിന്ന് വരുന്നത്. അതോടുകൂടി വൈൻഡപ്പ് ചെയ്യണം. പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി നമ്മുടെ ശങ്കരനെ വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ശങ്കരൻ പറയാം, അമ്മ എന്താണ്, ഞാൻ വിളിക്കാം, ഞാൻ കുറച്ച് തിരക്കാണെന്ന് പറയുമ്പോൾ, അയ്യോ മോനെ ഫോൺ വെക്കില്ലേ, നമ്മളെ വേദമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താ അമ്മ പറയുന്നത്, വേദ വിളിച്ചോ? അപ്പോൾ അത്ഭുതത്തോടെ ശങ്കരൻ ചോദിക്കണം, അതെ വിളിച്ചു മോനെ. എന്നിട്ട് മുത്തശ്ശി ഓരോ കാര്യങ്ങൾ പറയാണ്, വാസവൻ്റെ കൊടും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ മോളെ തട്ടിക്കൊണ്ടുപോയെന്നും കെട്ടിയിടുകയും പിറ്റേന്ന് നമ്മുടെ വിക്രം അവിടെ ചെന്ന് കണ്ടുപിടിച്ച് അവർ കുറച്ച് 2 ദിവസം കാട്ടിലകപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി അവിടെ നിന്ന് അവർ വീട്ടിൽ എത്തി എന്നുള്ള വിവരം ഇപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരി അമ്മ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വേദയുടെ അച്ഛൻ ഒരു നിമിഷം ഇങ്ങനെ പകച്ചു നിൽക്കണം. എന്നിട്ട് വാസവൻ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അവൻ ഇവിടെ ഇല്ല എന്നും അവൻ ഡൽഹിയിലായിരുന്നു എന്നും ഏതോ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മീറ്റിങ്ങിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഓർക്കുകയായിരുന്നു. പക്ഷേ ഒരു കാര്യം ഓർമ്മയുണ്ട്, ഇനി കേസുമായിട്ട് നിങ്ങൾ മുന്നിട്ട് പോയിരുന്നാലും ഞാൻ ഇത് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ കാര്യം. പക്ഷെ അദ്ദേഹം പിന്നെ അത് പോയി ചോദിക്കാൻ വേണ്ടി നിന്നില്ല. കാര്യം അത് അദ്ദേഹം വേറൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. അതായത് അവനെതിരെ കേസ് കൊടുക്കണം എന്നുള്ള ഒരു രീതിയിൽ അവൻ നമ്മുടെ വേദയുടെ അച്ഛൻ ചിന്തിച്ചിട്ട് നേരെ കാറ് കയറി തിരിച്ചു പോകുന്ന രംഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ മാഷിൻ്റെ വീടാണ്. അപ്പോൾ നമ്മുടെ നന്ദിനി വീട് കാര്യം ജപ്തി ചെയ്യാൻ പോവാണ്, എങ്കിലും വീട് ക്ലീനിങ് ഒക്കെയാണ്. അപ്പോൾ തൂണൊക്കെ തുടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദിനി പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ബൈക്ക് വരികയാണ്. നോക്കുമ്പോൾ ദേ വരണു നമ്മുടെ വേദയും വിക്രമും. ആഹാ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറഞ്ഞ കണ്ടിട്ട് തന്നെ അവളെ അത്ര ഇഷ്ടമായില്ല. അവൾ അപ്പോഴേക്ക് എത്തിയോ എന്ന് പറഞ്ഞിട്ട് നേരെ ഓടി അമ്മയുടെ അടുത്ത് പോവാണ്. അപ്പോൾ അവിടെ അടുക്കളയിൽ ചെന്നപ്പോൾ നമ്മുടെ വിനായകൻ്റെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തോ കഴിക്കണു, ശ്രീജ ഫുഡ് ഉണ്ടാക്കണു, അമ്മ ചായ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേ എത്തിയിട്ടുണ്ട്. അപ്പം വിനായകൻ ചോദിക്കുന്ന, ആരാടി, വല്ല ജപ്തിക്കാരാണോ? ജപ്തിക്കാരല്ല, ജപ്തിക്ക് കാരണക്കാരായവർ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അമ്മ പെട്ടെന്ന് ഞെട്ടു. ആര്, നമ്മുടെ വേദയും വിക്രമാണോ എന്ന് കരുതിയിട്ട് അവരെല്ലാവരും കൂടെ പെട്ടെന്ന് പുറത്തോട്ട് പോവാണ്. അവിടെ ചെല്ലുമ്പോഴേക്ക് എന്താണ്, 2 പേരും കൂടെ വന്നിരിക്കുന്നു. അപ്പം നമ്മുടെ കമല, അതായത് വിക്രമിൻ്റെ അമ്മ ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം, 2 ദിവസമായിട്ട് എവിടെയായിരുന്നു? എന്നിട്ട് 2 പേരെയും നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ വേദയെന്ന് പറഞ്ഞ് ഓടി വരുമ്പോഴേക്കും അമ്മ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ വേദയുടെ മുഖം മാറി. കാര്യം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഓൾറെഡി ഒരു സങ്കടം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. സ്വന്തം മകനെതിരെ സാക്ഷി പറയാൻ പോയ ഒരു മരുമകളാണ്. അപ്പോൾ ആ ഒരു ദേഷ്യം എത്രയായാലും അമ്മയുടെ ഉള്ളിൽ, വിക്രമിൻ്റെ അമ്മയുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ നന്ദിനി ചാടിക്കടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. നീ അറിഞ്ഞില്ല, വന്നത് എന്തായാലും നന്നായി, ജനിച്ച് വളർന്ന വീട് അവസാനമായിട്ടൊന്ന് കാണാനുള്ളൊരു ഭാഗ്യമെങ്കിലും ഉണ്ടായല്ലോ. നീയൊക്കെ പോയ ശേഷം ഇവിടെ എന്തൊക്കെ നടന്നു എന്നറിയാവോ എന്ന് വിനായകൻ പറയുന്നുണ്ട്. വാസവൻ ഇവിടെ വന്ന് ഭീഷണി മുടക്കിയിട്ടാണ് പോയത്. നിന്നെയും വേദയും കിട്ടിയില്ലെങ്കിൽ ഈ വീട്ടിനകത്തിട്ട് ഞങ്ങളെ എല്ലാവരും പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയെന്ന് നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ കമല പറയുന്നുണ്ട്, നീ ആ നോട്ടീസിലോട്ട് നോക്കൂ വിക്രം എന്ന് പറയുന്നുണ്ട്. നോക്കുമ്പോൾ വേദയും വിക്രമും നോക്കുമ്പോൾ ജപ്തി നോട്ടീസാണ്. ഇത്ര ദിവസത്തിനകം
ദിവസത്തിനകത്ത് വീട് വിട്ടൊഴിഞ്ഞ് മാറണം എന്നുള്ള ജപ്തി നോട്ടീസാണ് കണ്ടത്. വിക്രമും വേദയും അങ്ങ് ഞെട്ടിത്തെറിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും അവരത് പ്രതീക്ഷിച്ചില്ല. അപ്പം അവർ പോയതിൻ്റെ സമയത്ത് വാസവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അമ്മാതിരിയുള്ള എല്ലാ കേസ് കെട്ടുകളും ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാഷ് കടന്നു വരികയാണ്. മാഷ് കടന്നു വന്നിട്ട് പറയാണ്, വിനായകൻ അപ്പോഴേക്കും ഒരു ഡയലോഗ് ഇടുന്നുണ്ട്, ഇത് ഇത്രയും ഉണ്ടായത് നീ ഒരുത്തൻ കാരണമാണെന്ന് പറയാം. അപ്പം നന്ദിനി പറയുന്നുണ്ട്, നിന്നോട് അന്നേ പറഞ്ഞില്ലേ ഈ ലോൺ അടയ്ക്കുമ്പോൾ ഒരു വീതം വിനായകനേട്ടനും കൂടെ ഇട്ട് ലോൺ അടയ്ക്കായിരുന്നു. ഓ അപ്പോൾ എന്തായിരുന്നു, വേണ്ട മുഴുവൻ ലോണ് ഞാൻ തന്നെ അടച്ചോളാം. എന്നിട്ട് എന്തിയെ ഇപ്പം തെരുവിലിറങ്ങാൻ നേരത്തെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങേണ്ടി വന്നു. ഈ അവസ്ഥ എല്ലാം വരുത്തി തീർത്തത് നീയും നിൻ്റെ ഭാര്യയും തന്നെയാണ്. എവള് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം. ആ വാസവന് സപ്പോർട്ട് ചെയ്തെല്ലാം നിൽക്കുന്നത് എവള് തന്നെയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അപ്പോഴേ മാഷ് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം അറിയാൻ വൈകിപ്പോയി. വാസവൻ്റെ മകനെ തല്ലാൻ കാരണം എന്താണെന്നും ഒരു പെൺകുട്ടിയുടെ മാനത്തിന് അത് വില പറയാൻ, അതായത് ആ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അതിനെതിരെ ചോദ്യം ചെയ്യാനാണ് നമ്മുടെ വിക്രം പോയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും ഞാൻ ചെയ്ത കാര്യം ഞാൻ ന്യായീകരിക്കാനായിട്ട് നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഈ കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ വിക്രമിനെതിരെ ഞാൻ സാക്ഷി പറയാൻ പോവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, നിർത്ത് നിൻ്റെ അഭിനയമൊക്കെ, നിൻ്റെ നാടകമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നീ തുടക്കം തൊട്ട് നീയും നിൻ്റെ ആ ഗുണ്ട വാസവനും കൂടെ ചേർന്ന് നടത്തുന്ന നാടകങ്ങളാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മാഷിൻ്റെ ഡയലോഗാണ്, ഇത് ഇത്രയും വരുത്തി വെച്ചത് നീ ഒരാൾ തന്നെയാണ്. നീ ചെയ്ത ഈ ക്രൂരതയ്ക്ക് ഞങ്ങൾ മൊത്തം ഇവിടെ അനുഭവിക്കേണ്ട ഒരവസ്ഥ വന്നല്ലോ വിക്രം എന്ന് പറയുന്നു. വിക്രം തല കുനിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അമ്മയും പറയുന്നുണ്ട്, നിനക്കെതിരെ സാക്ഷി പറയാൻ പോയ ഈ വേദ അവൾ കാരണമാണ് പിന്നെയും വീണ്ടും ശത്രുത വരാനും അതിൻ്റെ പിന്നിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ വിക്രമിനെയും വേദേനെയും കൂടെ ഒരുപാട് ടോർച്ചർ ചെയ്യാണ്. എന്നിട്ട് മാഷ് പറയുന്നുണ്ട്, നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. നട്ട് വളർത്തി വെള്ളമൊഴിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത് മറ്റൊരു വ്യക്തി വന്ന് പിഴുതെറിയുമ്പോഴേ അതിൻ്റെ അവസ്ഥ, ആ വേദന എന്താണെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് മാഷ് പറയുന്നുണ്ട്, എന്തായാലും ഇക്കണക്കിന് പോവുകയാണെങ്കിൽ അയാളെ കൊണ്ട് ഞാൻ ഈ വീടിന് തീ വയ്ക്കില്ല, ഞാൻ തന്നെ തീ വെച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇതിനെല്ലാം കാരണം ഞാനാണോ? പിന്നെ നീ അല്ലാണ്ട് വേറെ ആരാണ്? അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുന്ന് കോടതിയിൽ വന്ന് സാക്ഷി അവളന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ച് ജീനയുടെ ഓട്ടോയിൽ വരുമ്പോൾ വിക്രമിൻ്റെ ഗുണ്ടകൾ വന്ന് നമ്മുടെ വേദേനെ പിടിച്ചുകൊണ്ട് പോവുകയും അതിന് പിന്തുടർന്ന ജീന ഒരു ലോറി ഇടിച്ച് മരിക്കാൻ കാരണമൊക്കെ ഞാൻ കാരണമാണോ? അതൊക്കെ വാസവനല്ലേ ചെയ്തതെന്ന് പറയുന്നത്. അപ്പോഴാണ് അവരറിയുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ഗുണ്ടകൾ വന്ന് നമ്മുടെ വേദേനെ പിടിച്ചു കൊണ്ടുപോയിരുന്നു. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല, കുറേ ഗുണ്ടകൾ ചേർന്ന് എന്നെ കൊണ്ടുപോയി ഒരു ദിവസത്തോളം എന്നെ കെട്ടിയിട്ട് അവിടെ എന്നിട്ട് കുറേ ഗുണ്ടകളുടെ നടുവിൽ എന്നെ നിർത്തി മറ്റൊരു വ്യക്തി നമ്മുടെ ശരീരത്ത് തൊടുന്നത് നമുക്ക് അപമാനമായിട്ട് കൂടിയും ഞാൻ അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്നത് വിക്രമിനോടുള്ള എൻ്റെ വിശ്വാസം കൊണ്ടാണ്. കാര്യം വിക്രം വരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴും വേദയെ എല്ലാവരും നന്ദിനി കിടന്ന് വേദേനെ കുറ്റപ്പെടുത്തുകയാണ്, മതി നിൻ്റെ അഭിനയമൊക്കെ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേദ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്നെ പിടിച്ച് കെട്ടി കൊണ്ടുപോയത് ഞാനും വാസവനും കൂടെ ചേർന്നെയാണോ? എന്തായാലും നന്ദിനിയേട്ടത്തിക്ക് നല്ല ഭാവനയുണ്ട് കഥ എഴുതാൻ, അതാ കുറച്ചും കൂടെ നല്ലത്. ഏതെല്ലാം രീതിക്കാണ് നന്ദിനിയേട്ടത്തി ഓരോ കഥകളും മെനഞ്ഞുണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേദ അകത്തോട്ട് കയറാൻ പോകുന്നുണ്ട്. അപ്പോൾ നന്ദിനി മാഷ് പറയുന്നുണ്ട്, എന്തായാലും ഈ വീട് എത്ര നാൾ ഇവിടെ താമസിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല, അതുവരെയും ആരൊക്കെ ഇവിടെ താമസിക്കണം എന്നുള്ളതിന് അധികാരമൊന്നും, ആരൊക്കെ താമസിക്കേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം എൻ്റെ മരുമക്കൾക്ക് ഞാൻ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ നന്ദിനി പതുക്കെ മാറും. അപ്പോൾ വേദ എന്നിട്ട് വേദ പറയും, ഞാൻ ചെയ്തത് ശരിയാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്, അതിൽ ന്യായമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് നന്ദിനി അകത്തേക്ക് കയറി പോകുന്ന രംഗമാണ് കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ വേറെ അപ്പം ഇതിനിടയിൽ കുറേ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദിനിക്ക് തൊട്ട് സഹിക്കുന്നില്ല, അവനും അവൾ ഒരുമിച്ച് വരികയും ചെയ്തു. നന്ദിനി കമലയുടെ പുറകെ നിൽക്കുകയാണ്, എന്തെല്ലാം പറഞ്ഞ് എരിയിപ്പിച്ച് കമലേൻ്റെ മനസ്സ് എവളെ കൂടെ ശത്രുത വരുത്താൻ പറ്റും അതെല്ലാം അവളെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞ് കമലേനെ ഇറിറ്റേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധയുടെ വീടാണ്. രാധ ഇങ്ങനെ സങ്കടപ്പെട്ട് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത്
രാധയുടെ അമ്മ റേഷൻ കടയിൽ പോയി അരിയും ചുമന്ന് മേടിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ഓ നീ ഇവിടെ അകത്ത് ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നിനക്കൊന്ന് പോയി വാങ്ങിക്കൂടെ ഇരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അരി അവൾ തലേന്ന് ഇറക്കി വെച്ചിട്ട് അതുകൊണ്ട് അകത്ത് നമ്മുടെ രാധ വെക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, ഞാൻ പറയണ എന്തെങ്കിലും നീ കേൾക്കുന്നുണ്ട്, നീ ആരെ ഈ ഓർത്തിരിക്കുന്നത്, അവനെയാണോ വിക്രമിനെയാണോ എന്ന് പറയും. അപ്പോൾ അവൾ രാധ അമ്മയുടെ അടുത്ത് കിടന്ന് ചാടിക്കൊണ്ടിരിക്കും. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, ദേ അടുത്ത ആഴ്ച പോയി ആ റേഷൻ കാർഡ് നിൻ്റെ തന്തേനെ കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ട് ശരിയാക്കണ കാര്യം എന്ന് വെച്ചാൽ മസ്റ്ററിങ് നടക്കുകയാണ്, ഇല്ലെങ്കിൽ ഇനി ആ കിട്ടുന്ന 12 കിലോ അരി പോലും കിട്ടത്തില്ല, പട്ടിണിയാവും എന്നുള്ളത് പറയാണ്. എന്നിട്ട് രാധ പറയണം, അമ്മ ഈ കാരണം വേദയും വിക്രമയും കാണാനില്ല എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയല്ലേ. വേദയെ കാണാണ്ടായ പിറ്റേ ദിവസവും ഞാൻ വിക്രമേട്ടനെ കണ്ടതാണ് ജീന മരിച്ച സമയത്ത്. അതിനുശേഷമാണ് വിക്രമിനെ എൻ്റെ ബലമായ സംശയം ഇതിൻ്റെ പിന്നിൽ ആ വാസവൻ തന്നെയായിരിക്കും എന്നുള്ളത് രാധ പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ആണോ എങ്കിൽ നീ പോയി അയാളടുത്ത് ചോദിക്കുക, നിൻ്റെ വിക്രമേട്ടൻ എന്തിയെന്ന് ചോദിക്കുക. എടി പൊട്ടിക്കാളി, നീ ഇത്ര പൊട്ടിയാണോ? ഞാൻ ഇന്ന് റേഷൻ കടയിൽ പോയിട്ട് വന്നപ്പോൾ വിക്രമിനെ വേദയും കണ്ടു, അവരവരെ വീട്ടിലെത്തി, നീ കിടന്ന് ടെൻഷൻ ആവണ്ട. ഞാൻ നോക്കിയപ്പോൾ അവർ ബൈക്കിൽ പോണു. എന്നിട്ട് രാധയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ നീ ഒരു കാര്യം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക, അവർ കാര്യം ഭാര്യയും ഭർത്താവുമാണ്, കാര്യം അവർ തുടക്കത്തിൽ അകൽച്ചയാണെങ്കിലും ഇപ്പോൾ അവരുടെ മനസ്സുകൊണ്ട് അവർ അടുത്ത് കഴിഞ്ഞു, നീ അതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അമ്മ പറയുന്നുണ്ട്. നമുക്ക് ഈ ലോകത്ത് മോളെ എന്തും നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങാൻ പറ്റും, പക്ഷേ ഒരാളുടെ മനസ്സ് ഒരിക്കലും നമുക്ക് വാങ്ങാൻ പറ്റില്ല. നീ കണ്ടിട്ടേ കാര്യം, നിൻ്റെ അച്ഛൻ കള്ളു കുടിച്ച് നടന്ന് എങ്ങനെയാണെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അയാൾ സഹിക്കില്ല. അതങ്ങനെയാണ്, മനസ്സുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ആത്മബന്ധം അങ്ങനെയാണെന്ന് രാധയുടെ അമ്മ രാധയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കൊരിക്കലും ഒരാളുടെയും മനസ്സ് വാങ്ങാൻ പറ്റില്ല, അത് ദൈവത്തെ പോലെയാണ്. അവർക്കിടയിൽ ആ മനസ്സിന് ഇന്നിപ്പോൾ അടുപ്പമുണ്ട്, അത് നീ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ രാധയുടെ മനസ്സാകെ ഡെസ്പായി പോവാണ്. കാരണം വെച്ചാൽ അവൾ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്, എന്താണ് നമ്മുടെ വിക്രം എന്നാലും തിരിച്ചു വരും, വേദേനെ ഇഷ്ടമല്ല, വേദേനെ കൊണ്ട് തിരിച്ച് വീട്ടിലാക്കും എന്നുള്ള ഒരു കോൺഫിഡൻറ്റോടെയാണ് നമ്മുടെ രാധ മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വേദ കുളിച്ച് ഫ്രഷ് റൂമിൽ തന്നെ ഇരിക്കുന്ന, കിച്ചണിലോട്ടൊന്നും പോയില്ല. അപ്പോൾ നമ്മുടെ ശ്രീജ ഒരു കപ്പ് ചായ ഇട്ട്, നീ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്, നീ അടുക്കളയിലോട്ടൊക്കെ വരാത്ത എന്നാ, ചായ കുടിക്കുക വേണ്ട ഏട്ടത്തി എന്ന് പറയാം. ഇല്ല കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് പറയും, മോളെ നീ ഇതൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് നിനക്ക് ഇതൊക്കെ സഹിക്കാനും അല്ലെങ്കിൽ ഈ ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി, എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ശ്രീജ പറയുമ്പോൾ വേദ പറയുന്നു, അയാൾ വെറും ക്രൂരനാണ് ശ്രീജേട്ടത്തി, എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഇനി ഇയാൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് കണ്ടില്ലേ, അയാൾ ഈ ജപ്തിയും കറണ്ട് കട്ടിയയിലും ഒക്കെ കണ്ടില്ലേ. ശ്രീജ അങ്ങോട്ട് തന്നെ പറയുന്നുണ്ട്, ഇനി എന്താ മോളെ ചെയ്യണേ വേദ എന്ന് ചോദിക്കുക. പിന്നെ നന്ദിനി അമ്മയുടെ പുറകെ നടന്ന് നന്നായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ആയിക്കോട്ടെ എനിക്കറിയാം, അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ശ്രീജേട്ടത്തി, അമ്മയല്ലേ, കാര്യം അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവും, സ്വാഭാവികമല്ലേ എന്ന് പറയാം. എന്നിട്ട് വേദ പറയുന്നുണ്ട്, നമ്മുടെ ജീനയുടെ വീട്ടിൽ പോയിട്ട് ജീനയുടെ അമ്മയുടെ ആ കരച്ചിൽ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, ഞാൻ കാരണമല്ലേ ശ്രീജേട്ടത്തി എന്ന് പറയാം. മോളെ നിങ്ങളല്ല ഇതിനെല്ലാം കാരണം, ആ ക്രൂരനാണ്, ആ വാസവനാണ്, അവനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ, നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് കരുതിയിരിക്കണം, കാര്യം ഇവൻ ഏതെല്ലാം രീതിയിൽ വാസവൻ നമ്മളെ ആക്രമിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു എന്ന് ശ്രീജ പറയും. ശ്രീജേട്ടത്തി സത്യം പറയാലോ, എൻ്റെ ധൈര്യം എന്നുള്ളത് വിക്രം എന്തായാലും വരും എന്നുള്ളൊരു വിശ്വാസം, എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ നന്ദിനി അമ്മയുടെ പുറകെ നടന്ന് പറയുന്നുണ്ട്, കൃഷി സ്ഥലത്ത് നിന്നിട്ട് പറയുന്നത്, വീട്ടിൽ അവർ വാഴത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന്, അമ്മ ഇത് ഈ വേദയും വിക്രമും തമ്മിൽ നടത്തുന്ന എന്തോ ഒരു ഗൂഢാലോചനയാണ്, നീ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ പിന്നെ വേദേനെ അവർ പിടിച്ചുകൊണ്ട് പോകുമോ, അമ്മയ്ക്ക് എന്താ പറ്റിയ, ഒരു ദിവസം മൊത്തം വാസവനും ഗുണ്ടകളും പിടിച്ചുകൊണ്ട് പോയി അവൾ ഒരു പോറിൽ പോലും ഇല്ലാണ്ട് വരുമോ, ഇതൊന്നും എനിക്കത്ര വിശ്വസനീയമൊന്നും അല്ല എന്ന് പറയുമ്പോൾ കമല ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെ ഇവളുടെ അടവാണ്, ഇവൾ വീണ്ടും വിക്രമിനെ വീണ്ടും ഒരു ദുരിതത്തിലോട്ട് ചാടാനുള്ള കാരണങ്ങൾ ഇവൾ കണ്ടെത്തുകയാണ്, ഇവളെ വിശ്വസിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ
അമ്മയ്ക്ക് ഇതെല്ലാം കേട്ടപ്പോൾ കമലയ്ക്കും ആകെ ഒരു ടെൻഷൻ ആവണം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഈ പവിത്രത്തിലോട്ട് സീരിയലിൽ വരാനിരിക്കുന്ന രംഗങ്ങളും വേദയുടെയും വിക്രമിൻ്റെയും ജീവിതത്തിൽ ഇനി ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അവരുടെ വീട് നഷ്ടപ്പെടുമോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.